ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പാലക്ക് വെച്ചിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഇതാണ് നമ്മുടെ പാലക്കിൻ്റെ ലീഫ്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട്, ഒരുപാട് നേരം വേവിക്കേണ്ട, 2-3 മിനിറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒരു തണുത്ത വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് നമ്മുടെ ആ പച്ച കളറൊന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ടു. ഗ്രാമ്പൂ, കുറച്ച് ചെറിയ ജീരകം, 3 ഏലക്ക, 2 കറുവപ്പട്ട, അങ്ങനെ കുറച്ച് സ്പൈസസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് 1.5 സവോള എടുത്തിട്ടുണ്ട്. ഒരു ഫുള്ള് സവോളയും പിന്നെ അരമുറി സവോളയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവോള നന്നായിട്ട് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ അത് പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. പിന്നെ ഞാൻ ഒരു 3 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ വഴറ്റുക. അതിനുശേഷം ഇനി നമ്മൾ മസാലകൾ ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്തേക്കുന്നത്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത്. പിന്നെ നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരു കിലോ 200 ഗ്രാമിൻ്റെ ചിക്കൻ്റെ അളവിലുള്ള റെസിപ്പിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചോളൂ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം ഈ ഗ്രീൻ ലീവ്സ് കഴിക്കാൻ അവർക്ക് നല്ല മടിയായിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവരത് നല്ല ഹെൽത്തി ആയിട്ട് അവർക്ക് കിട്ടുകയും ചെയ്യും. നമ്മളിത് കറി വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഈ ലീഫിൻ്റെ യാതൊരു ടേസ്റ്റും ഈ കറിയിലില്ല. നല്ല കുറുകിയായിട്ടുള്ള നല്ലൊരു കറിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ ചെറുതായിട്ട് വേവിച്ച് വെച്ചത് ഞാനൊരു മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ ചാറ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചിക്കനിലേക്ക്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സെയിം ഗ്രീൻ കളറ് കറിയുടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട്, ഒരുപാട് വേവിക്കാതെ ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഈ കറി റെഡിയാക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 7-8 കാഷ്യൂനട്ട് പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറി നന്നായിട്ടൊന്ന് കുറുകി കിട്ടും, നല്ല ടേസ്റ്റിൽ കിട്ടും, നല്ലൊരു രുചി നമുക്ക് ഈ കാഷ്യൂനട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്. ഈ ചിക്കൻ നമ്മൾ പല വെറൈറ്റീസിൽ എന്നും സ്ഥിരമാക്കി വെക്കാതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി റെസിപ്പിയല്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇതിൻ്റെ ഒപ്പീനിയൻ കമൻസായിട്ടൊന്ന് പറയണേ. ആർക്കൊക്കെ ഈ ചിക്കൻ ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാവരും റെസിപ്പി വെച്ച് നോക്കിയിട്ടൊന്ന് കമൻസിൽ അറിയിക്കണേ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമ്മൾ ഗ്രീനി ലീഫ് ആ കറിയുടെ ആ പച്ച കളറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ വേവിച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നത്. അല്ലാതെ ഫ്രഷായിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കളറ് നമുക്ക് കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള നല്ല റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്